Hello dear code learners, welcome to my YouTube channel Code Learner. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഇതുവരെ നമ്മൾ പഠിച്ച കൺസെപ്റ്റിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു കൺസെപ്റ്റാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ത്രെഡ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ വാട്ട് ഈസ് മൾട്ടി ടാസ്കിങ്, ദ ജാവ ത്രെഡ് മോഡൽ, ദെൻ ത്രെഡ് ലൈഫ് സൈക്കിൾ, ദെൻ ഹൗ ടു ക്രിയേറ്റ് ത്രെഡ്സ് യൂസിങ് ജാവ പ്രോഗ്രാം ആൻഡ് എക്സാമ്പിൾ പ്രോഗ്രാംസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first, thread definition. Threads are lightweight process. They share the same address space. അതായത് ത്രെഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഒരു സബ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് പ്രോസസ് ആണ്. എന്താണ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ? പ്രോസസ് മീൻസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. അതായത് നിങ്ങൾ സാധാരണ ജാവ പ്രോഗ്രാം എഴുതാറുണ്ട്, അല്ലെങ്കിൽ വേറെ വല്ല പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രോസസ് എന്നാണ് പറയാം. എപ്പോഴാണ് ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക? അതായത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് നോൺ ആസ് എ പ്രോസസ്. അപ്പോൾ അതുപോലെ ലൈറ്റ് വെയിറ്റ് പ്രോസസ് ആണ് ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ. ഒരു ത്രെഡ് നോർമലി ഒരു പ്രോസസ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുക. സോ ത്രെഡ്സ് ആർ ലൈറ്റ് വെയിറ്റ് പ്രോസസ്. ദേ ഷെയർ ദ സെയിം അഡ്രസ് സ്പേസ്. ഇവിടെ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രൈമറി മെമ്മറിയിലുള്ള ഒരു, അല്ലെങ്കിൽ റാമിനകത്തുള്ള ഒരു മെമ്മറി ഏരിയയാണ്. അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് റാമിനകത്ത് ഒരു പർട്ടിക്കുലർ പോർഷന് നീക്കി വെക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ആ പോർഷൻ ഓഫ് മെമ്മറിക്ക് പറയുന്ന പേരാണ് അഡ്രസ് സ്പേസ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് എത്ര ത്രെഡ് വേണമെങ്കിലും അല്ലെങ്കിൽ സബ് പ്രോസസ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ ത്രെഡും അല്ലെങ്കിൽ ഓരോ സബ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ത്രെഡിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് പാരലലി അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമിന്റെ പാർട്ട് എന്ത് ചെയ്യാൻ പറ്റും? സൈമിൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു മെയിൻ ജാവ പ്രോഗ്രാം ഉണ്ട്. ഈ മെയിൻ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മെമ്മറിയിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ഏരിയ നീക്കി വെക്കും. ദാറ്റ് ഈസ് നോൺ ആസ് അഡ്രസ് സ്പേസ്. അപ്പൊ ഇനി ആ ജാവ പ്രോഗ്രാമിനകത്ത് വരുന്ന ത്രെഡുകൾക്ക് ഈ ഒരു അഡ്രസ് സ്പേസ് അത് അവർ ഷെയർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ യൂസിങ് ത്രെഡ് വി ക്യാൻ ഡു മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് യൂസിങ് എ സിംഗിൾ പ്രോസസ്. അതാണ് ത്രെഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. വി ക്യാൻ സ്ക്രോൾ ദ പേജ് വൈൽ ഇറ്റ് ഈസ് ഡൗൺലോഡിങ് ആൻ ഇമേജ്. നിങ്ങൾ വെബ് പേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് ആ പേജിനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഒരു ബ്രൗസറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ പ്ലേ അനിമേഷൻ ആൻഡ് സൗണ്ട് കൺകറന്റ്ലി. ഒരു നിങ്ങൾ അനിമേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ അനിമേഷൻ പ്ലേ ചെയ്യുന്നുണ്ട്, അതോടുകൂടെ തന്നെ സൗണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. Then print a page in the background while you download a new page. നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ പേജ് പ്രിന്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ മ്യൂസിക് ലിസൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മൾട്ടി ടാസ്കിങ്. അതെന്താണെന്ന് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. സോ ഓൾ ജാവ പ്രോഗ്രാംസ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ത്രെഡ് നോൺ ആസ് ദ മെയിൻ ത്രെഡ്. നിങ്ങളൊരു ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യും. That thread is known as main thread. ഈ മെയിൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇനി സബ് ത്രെഡ്സ് അല്ലെങ്കിൽ സബ് ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുക. സോ വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ദി ജാവ വെർച്വൽ മെഷീൻ അറ്റ് ദി പ്രോഗ്രാംസ് സ്റ്റാർട്ട്. Java provides built-in support for multi-threaded programming. A multi-threaded program contains two or more parts that can run concurrently or simultaneously. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളൊരു മെയിൻ ജാവ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോർഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ യൂസ് ചെയ്തിട്ട് കൺകറന്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ ആണെന്ന് കരുതുക. ഒരു ഫാക്ടോറിയൽ കാണാനുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾ എഴുതി കരുതുക. ഈ ഫാക്ടോറിയൽ കാണാനുള്ള ഫംഗ്ഷനെ നിങ്ങൾക്ക് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ റൺ ചെയ്യാം, 2 ത്രെഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്യാൻ പറ്റും, 3 ത്രെഡ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ 3 ത്രെഡിന്റെ കേസിലാണെന്നെങ്കിലും ഈ 3 ത്രെഡുകൾക്കും ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. So here each part of such program is called a thread. Separate memory area is not allocated to threads. അവിടെ ത്രെഡുകൾ മെമ്മറി ഏരിയ അല്ലെങ്കിൽ അഡ്രസ് സ്പേസ് ഷെയർ ചെയ്യാണ് ചെയ്യുക. സോ ത്രെഡ്സ് ആർ ലൈറ്റ് വെയിറ്റ് പ്രോസസ് വിത്തിൻ എ പ്രോസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ എ പ്രോസസ്, ഒരു സിംഗിൾ പ്രോസസ്സിൻ്റെ ഉള്ളിലാണ് ത്രെഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സിംഗിൾ ജാവ പ്രോഗ്രാം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സിംഗിൾ ജാവ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ multithreading ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് multitasking. Multitasking എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ multithreading ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ക്യാൻ മാക്സിമൈസസ് ദി യൂട്ടിലൈസേഷൻ ഓഫ് CPU. നിങ്ങൾക്ക് CPU ഐഡിയൽ ആയിട്ട് നിർത്തുന്നതിന് പകരമായിട്ട് CPU
കഴിവ് അല്ലെങ്കിൽ സി പി യുവിൻ്റെ കേപ്പബിലിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് മൾട്ടി ടാസ്കിങ്? മൾട്ടി ടാസ്കിങ് മീൻസ് മോർ ദാൻ വൺ ടാസ്ക് റൺ കൺകറൻ്റ്ലി. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു മ്യൂസിക് ലിസൺ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇമേജ് എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ രണ്ട് കാര്യമാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾ മ്യൂസിക് പ്ലെയർ പ്ലേ ചെയ്യുന്നുണ്ട്, അതോടുകൂടെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങളെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനുള്ള സാധനം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് മൾട്ടി ടാസ്കിങ് ആണ് വരുന്നത്. ഒന്ന് പ്രോസസ് ബേസ്ഡ് ഉണ്ട്, സെക്കൻഡ് വൺ ത്രെഡ് ബേസ്ഡ് ഉണ്ട്. പ്രോസസ് ബേസ്ഡിന്റെ കേസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് രണ്ടും ഡിഫറെന്റ് പ്രോസസ്സുകളാണ്. ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഒരു വേറൊരു പ്രോസസ്സാണ്, പിന്നെ നിങ്ങളെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എഡിറ്റർ വേറൊരു പ്രോസസ്സാണ്. സോ ദാറ്റ് ഈസ് പ്രോസസ് ബേസ്ഡ്. സോ ഇറ്റ് അലോസ് യുവർ കമ്പ്യൂട്ടർ ടു റൺ 2 or more പ്രോഗ്രാംസ് കൺകറന്റ്ലി. 2 or more പ്രോഗ്രാംസ് ആണ് വളരെ ഇമ്പോർട്ടൻസ്. സോ വി ക്യാൻ എക്സിക്യൂട്ട് ബ്രൗസർ, പെയിന്റ് സോഫ്റ്റ്വെയർ, കാൽക്കുലേറ്റർ, നോട്ട് പാഡ് എക്സെട്ര അറ്റ് ദ സെയിം ടൈം. ഇതെല്ലാം ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ്. ഇനി സെക്കൻഡ് കേസ് ആണെങ്കിൽ ത്രെഡ് ബേസ്ഡ് ആണെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ ആ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ത്രെഡുകളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സിംഗിൾ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, ദ ത്രെഡ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡിസ്പാച്ചബിൾ കോഡ്. ഡിസ്പാച്ചബിൾ കോഡ് മീൻസ് ഒരു ത്രെഡിന് വേറൊരു ത്രെഡിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും, എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് പ്രയോറിറ്റി അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. So a single thread can perform 2 or more tasks simultaneously. For example, text editor can format text at the same time that is printing. ഇപ്പം നിങ്ങളൊരു വേർഡ് ഡോക്യുമെന്റിനകത്ത് നിങ്ങൾ ഒരു പ്രിന്റ് കൊടുത്തു തരുത്, ആ പ്രിന്ററിലോട്ട് പ്രിന്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ടൈമിൽ നിങ്ങൾക്ക് അതിനകത്ത് ടെക്സ്റ്റ് എഡിറ്റിംഗും ചെയ്യാൻ പറ്റും. So if two actions are being performed by two separate threads. So in this case, രണ്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ത്രെഡ് യൂസ് ചെയ്യും, സെക്കൻഡ് വൺ അതിൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ത്രെഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഒരു സിംഗിൾ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ദാറ്റ് ഈസ് ത്രെഡ് ബേസ്ഡ്. മറ്റേത് പ്രോസസ് ബേസ്ഡ് ആണെങ്കിൽ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുന്നത്, റൈറ്റ് വെരി എഫിഷ്യൻറ്റ് പ്രോഗ്രാംസ് ദാറ്റ് മേക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സി പി യു. നിങ്ങൾക്ക് സി പി യുവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് സി പി യുവിൻ്റെ ഐഡിയൽ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സി പി യുവിന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് സി പി യുവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. കാരണം മൾട്ടിപ്പിൾ ത്രെഡ്സ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ബിക്കോസ് ഐഡിയൽ ടൈം ക്യാൻ ബി കെപ്റ്റ് ടു മിനിമം. ദിസ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഇൻട്രാക്റ്റീവ് നെറ്റ്വർക്ക് എൻവയോൺമെന്റ് ബിക്കോസ് ഐഡിയൽ ടൈം ഈസ് കോമൺ. ഇപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ചാറ്റ് പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ചാറ്റ് പ്രോഗ്രാം ആണെങ്കിൽ അവിടെ ഐഡിയൽ ടൈം കൂടുതൽ ടൈം വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. നിങ്ങൾ ചാറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ടെക്സ്റ്റ് ബേസ്ഡ് ചാറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഐഡിയൽ ടൈം കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയൽ ടൈമിൽ സി പി യു അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ സി പി യുനെ കൊണ്ട് വേറെ എന്തെങ്കിലും ടാസ്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. സോ ത്രെഡ്സ് ആർ ഇൻഡിപെൻഡന്റ്. ത്രെഡ് ആപ്ലിക്കേഷൻസ് ആർ ഗെയിംസ്, അനിമേഷൻസ്, ഇതിലൊക്കെ നമുക്ക് ത്രെഡിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ജാവ പ്രോഗ്രാമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജാവയിൽ ത്രെഡിന്റെ കൺസെപ്റ്റിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Java uses threads to enable the entire environment to be asynchronous. Asynchronous means a thread once start executing a task can hold it in mid, save the current state and start executing another task. അതായത് ഇവിടെ ഒരു അസിൻക്രണസ് ബിഹേവിയർ വരും. അതായത് ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പാരലലി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ കേസിൽ ഒരു ത്രെഡിനെ എന്ത് ചെയ്യാം, വേറൊരു ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും, പ്രയോറിറ്റി അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ വേറൊരു ത്രെഡിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ കുറച്ച് നേരത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഹെൽപ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ബൈ പ്രിവെന്റിംഗ് ദി വേസ്റ്റേജ് ഓഫ് സി പി യു സൈക്കിൾസ്. ഇനി ത്രെഡിന് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഒരു ത്രെഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിഫോർ സ്റ്റാർട്ടിങ് അതിന് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ത്രെഡ് ലൈഫ് സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ത്രെഡ് ക്യാൻ ബി റണ്ണിങ് സ്റ്റേറ്റ്. ഒരു ത്രെഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റണ്ണിങ് സ്റ്റേറ്റിലാണെന്ന് ആണ് പറയാം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി റെഡി ടു റൺ ഓർ റണ്ണബിൾ ആസ് സൂൺ ആസ് ഇറ്റ് ഗെറ്റ്സ് സി പി യു. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്ത് ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഉണ്ട്. അപ്പോൾ ഒരു ത്രെഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് റണ്ണിങ് സ്റ്റേറ്റ് ആണ്. ഇനി ഒരു ത്രെഡ് അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സി പി യു കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടറിനകത്ത് സി പി യു ഒന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഉണ്ട്. അപ്പോൾ ഒരു ത്രെഡിന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സി പി യു കിട്ടണം. അപ്പോൾ ഒരു ത്രെഡിന് ഒരു സി പി യു കിട്ടിക്കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് റെഡി ടു റൺ. ഇനി അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റണ്ണിങ് സ്റ്റേറ്റിലായി. അപ്പോൾ ഒരു ത്രെഡ് സി പി യു യൂസ് ചെയ്തിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ത്രെഡുകൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം അല്ലേ. സോ എ റണ്ണിങ് ത്രെഡ് ക്യാൻ ബി സസ്പെൻഡഡ് ഓർ ബ്ലോക്ക്ഡ് വിച്ച് ടെമ്പറലി സസ്പെൻസ് ഇറ്റ്സ് ആക്ടിവിറ്റി.
അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡിന് എന്ത് ചെയ്യാം, കുറച്ച് നേരത്തേക്ക് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് വെക്കാം. സപ്പോസ് ഒരു ഹൈ പ്രയോറിറ്റിയിലെ ത്രെഡ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റണ്ണിങ് ത്രെഡിനെ കുറച്ച് നേരത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഹൈ പ്രയോറിറ്റിയിലെ ത്രെഡിന് CPU അലോക്കേറ്റ് ചെയ്യാം. എ സസ്പെൻഡഡ് ത്രെഡ് ക്യാൻ ബി റെസ്യൂംഡ്. അതായത് ഓൾറെഡി സസ്പെൻഡ് ചെയ്ത ത്രെഡിനെ റെസ്യൂംഡ് സ്റ്റേറ്റിലോട്ട് പോകാം. ഓക്കെ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സസ്പെൻഡഡ് സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റ് ആണ്. എ ത്രെഡ് ക്യാൻ ബി ബ്ലോക്ക്ഡ് വെൻ വെയിറ്റിംഗ് ഫോർ എ റിസോഴ്സ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് റിസോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ CPU ഒരു റിസോഴ്സ് ആണ്, കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറി ഒരു റിസോഴ്സ് ആണ്, പ്രിന്റർ വേറൊരു ടൈപ്പ് റിസോഴ്സ് ആണ്. അങ്ങനെ പല ടൈപ്പ് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോസസ്സിന് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അതാണ് റിസോഴ്സ്. ഓക്കെ, ഇപ്പോൾ CPU വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ആണ്. സോ അറ്റ് എനി ടൈം എ ത്രെഡ് ക്യാൻ ബി ടെർമിനേറ്റഡ്. അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സഡൻ സ്റ്റോപ്പ് ചെയ്യും, വിച്ച് ഹോൾഡ്സ് ഇറ്റ്സ് എക്സിക്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. സോ വൺസ് ടെർമിനേറ്റഡ് എ ത്രെഡ് കനോട്ട് ബി റെസ്യൂംഡ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് ഒരു ത്രെഡിന് വരുന്നത്. ഒന്ന് ന്യൂ സ്റ്റേറ്റ് ആണ്, പുതിയൊരു ത്രെഡ് കയറി വരികയാണെങ്കിൽ അത് ന്യൂ സ്റ്റേറ്റ് ആണ്. ദെൻ റണ്ണബിൾ സ്റ്റേറ്റ്, റെഡി ടു റൺ. അതിന് CPU കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെഡി ടു റൺ. ദെൻ റണ്ണിങ് സ്റ്റേറ്റ്, അതായത് CPU കിട്ടി അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് റണ്ണിങ് സ്റ്റേറ്റ് ആണ്. പിന്നെ നോൺ റണ്ണബിൾ സ്റ്റേറ്റ് ഉണ്ട്, അതായത് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്ലീപ്പ് മോഡിലോട്ട് പോവുകയാണെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ റണ്ണബിൾ സ്റ്റേറ്റ്. ഇതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ടാണ് പോകുക. അപ്പോൾ ഇതാണ് ഒരു ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇവിടുന്ന് ഒരു പുതിയൊരു ത്രെഡ് വരികയാണ്, സോ ദാറ്റ് ഈസ് ന്യൂ സ്റ്റേറ്റ്. അതിനുശേഷം ആ ത്രെഡ് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകാം. അതിനൊരു CPU കിട്ടുകയാണെങ്കിൽ അത് റെഡി ടു റൺ ആണ്, സോ ദാറ്റ് ഈസ് റണ്ണബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജാവ പ്രോഗ്രാമിനകത്ത് സ്റ്റാർട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാലാണ് ത്രെഡ് റൺ ആവുക. അതിനുശേഷം ഈ ത്രെഡ് എന്ത് ചെയ്യാം, റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകാം. അപ്പോൾ അവിടെ റൺ എന്നുള്ളൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും ജാവ പ്രോഗ്രാമിനകത്ത്. സോ ഇൻ ബിറ്റ്വീൻ റണ്ണിങ് ഇറ്റ് ക്യാൻ എന്ത് ചെയ്യാം, സ്ലീപ്പ് മോഡിലോട്ട് പോകാം അല്ലെങ്കിൽ വെയിറ്റ് മോഡിലോട്ട് പോകാം. അതായത് ഒരു ഹൈ പ്രയോറിറ്റിയിലുള്ള ത്രെഡ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കയറി വരികയാണെങ്കിൽ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ത്രെഡിനെ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. ഇനി അതല്ല വേറൊരു ത്രെഡ് ഹൈ പ്രയോറിറ്റിയുള്ള ത്രെഡ് വേറെ ഒന്നും കയറി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ എക്സിക്യൂഷൻ എൻഡ് ചെയ്ത് ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഒരു ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ഇതിനകത്ത് ത്രെഡ് പ്രയോറിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ജാവ അസൈൻസ് പ്രയോറിറ്റി ടു ഈച്ച് ത്രെഡ് ഇൻ ദി പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഒരു ത്രെഡിന് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജാവ പ്രോഗ്രാം ബൈ ഡിഫോൾട്ട് ഒരു പ്രയോറിറ്റി എല്ലാ പ്രോഗ്രാമിനും സെറ്റ് ചെയ്യും. സോ പ്രയോറിറ്റി ഡിറ്റർമിൻസ് ഹൗ ദാറ്റ് ത്രെഡ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ടു അതേഴ്സ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നിൽ കൂടുതൽ ത്രെഡുകളാണ് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിസോഴ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്, പക്ഷെ ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് ആ ത്രെഡ് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് തീരുമാനിക്കുക. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രയോറിറ്റി ഓഫ് ദി ത്രെഡ്. ഒരു ഹൈ പ്രയോറിറ്റിയിലെ ത്രെഡ് ആണെങ്കിൽ അതിന് റിസോഴ്സ് പെട്ടെന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, then അതിന്റെ എക്സിക്യൂഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ബൈ ഡിഫോൾട്ട് ഏത് ഓർഡറിലാണോ ത്രെഡ് വന്നത് അതേ ഓർഡറിൽ ത്രെഡിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. ദെൻ പാരലലി ആയിരിക്കും എക്സിക്യൂഷൻ നടക്കുക. സോ ത്രെഡ് പ്രയോറിറ്റീസ് ആർ ഇൻറ്റീജേഴ്സ്. നോർമലി ത്രെഡ് പ്രയോറിറ്റി എന്നൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. നോർമലി ജാവയിൽ അത് 1 മുതൽ 10ന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നോർമലി അസൈൻ ചെയ്യുക. A thread's priority is used to decide when to switch from one running thread to the next. ഒരു ത്രെഡിൽ നിന്ന് വേറൊരു ത്രെഡിലോട്ട് എപ്പോൾ സ്വിച്ച് ചെയ്യണം തീരുമാനിക്കുന്നത് that depends on the priority of the thread. So that process is known as context switch. ഇനി ഇവിടെ ഒരു റൂൾ ഉണ്ട്. The rules that determine when a context switch take place are: ഫസ്റ്റ് കേസിൽ a thread can voluntarily relinquish control. അതായത് ഒരു ത്രെഡിന് എന്ത് ചെയ്യാം, വളണ്ടറിലി അയാളെ കയ്യിലുള്ള റിസോഴ്സിനെ വേറൊരു ത്രെഡിന് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. അതാണ് ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ പറയുന്നത് എ ത്രെഡ് ക്യാൻ ബി പ്രീഎംപ്റ്റഡ് ബൈ എ ഹൈ പ്രയോറിറ്റി ത്രെഡ്. ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൈ പ്രയോറിറ്റി ത്രെഡ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അയാൾ എന്ത് ചെയ്യണം, അയാളുടെ കയ്യിലുള്ള റിസോഴ്സ് വിട്ടുകൊടുക്കും. ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാമിനൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കുറേ ചെയേഴ്സ് ഉണ്ട്, നിങ്ങൾ ആ സീറ്റ് എല്ലാം ഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഒരാളൊരു ഗസ്റ്റ് കയറി വരികയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചെയർ നിങ്ങൾ ഇരിക്കുന്ന ചെയർ അയാൾക്ക് വളണ്ടിയർലി വിട്ടുകൊടുക്കാം. ഇനി അതല്ല വലിയൊരു VIP ആ ഹോളിലോട്ട് കയറി വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള ചെയർ അയാൾക്ക് വിട്ടുകൊടുക്കും. അതാണ് സെക്കൻഡ് കേസ്. സോ ഇവിടെ ത്രെഡുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതായത് റിസോഴ്സ് വിട്ടുകൊടുക്കാനും റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യാനൊക്കെ ത്രെഡിനെ മെസ്സേജിങ്ങിലൂടെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ട് ഡിഫറെന്റ് ത്രെഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ത്രെഡ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രെഡുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആ കമ്മ്യൂണിക്കേഷൻ ത്രൂ മെസ്സേജിങ് ആണ്. അതായത് ഇതിനകത്ത് കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്. ആ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ Java provides a way for 2 or more threads to talk to each other via calls to predefined methods അല്ലെങ്കിൽ predefined method functions ഉണ്ട്. So it allows a thread to enter a synchronized method
on an object and then wait there until some other thread explicitly notifies it to come out. അപ്പോൾ ഇവിടെ മെസ്സേജിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് സിങ്ക്രണൈസ്ലി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ എന്ത് ചെയ്യാം മറ്റൊന്നിന് പ്രോബ്ലം ഇല്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഗെറ്റ് നെയിം. ആക്ച്വലി ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ മെസ്സേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ അതിനകത്ത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗെറ്റ് നെയിം. ഒരു ത്രെഡിന് നിങ്ങൾക്ക് ഓരോ ത്രെഡിനും പേര് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേര് സെറ്റ് ചെയ്യാൻ സെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത നെയിം ഗെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അല്ലെങ്കിൽ മെത്തേഡാണ് ഗെറ്റ് നെയിം. ഇതേപോലെ തന്നെ ഒരു ത്രെഡിന്റെ പ്രയോറിറ്റി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് പ്രയോറിറ്റി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഈസ് അലൈവ് ഉണ്ട്. ആ ത്രെഡ് ലൈവ് ആണോ അല്ലെങ്കിൽ റണ്ണിങ് ആണോ അല്ലേ എന്നുള്ളത് കിട്ടാൻ വേണ്ടി സോ ഇറ്റ് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. അതുപോലെ ജോയിൻ ഫംഗ്ഷൻ ഉണ്ട്. ജോയിൻ ഫംഗ്ഷൻ വെയിറ്റ് ഫോർ എ ത്രെഡ് ടു ടെർമിനേറ്റ്. ഒരു ത്രെഡിന്റെ എക്സിക്യൂഷന് എൻഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ജോയിൻ ഫംഗ്ഷൻ. ദെൻ റൺ ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ജാവയിൽ സ്റ്റാർട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് ഈ റൺ മെത്തേഡ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ദെൻ സ്ലീപ്പ് ഫംഗ്ഷൻ ഉണ്ട്. സ്ലീപ്പ് ഫംഗ്ഷന് ഒരു ത്രെഡിനെ കുറച്ച് നേരത്തേക്ക് ഉറക്കിക്കെടുത്താനും വേണ്ടി അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യിപ്പിക്കാനും വേണ്ടിയാണ്. നോർമലി മില്ലി സെക്കൻഡിലാണ് ഇത് അതിന് ആർഗ്യുമെന്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡിനെ കുറച്ച് നേരത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ, അതിന്റെ എക്സിക്യൂഷൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് സസ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് സ്ലീപ്പ് മെത്തേഡ് യൂസ് ചെയ്യുക. So when a Java program starts up, one thread begins running immediately. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ജാവ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തായാലും ഒരു ത്രെഡ് കമ്പൈലർ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ത്രെഡ് ഈസ് നോൺ ആസ് ദി മെയിൻ ത്രെഡ്. അത് നിങ്ങളുടെ ജാവ പ്രോഗ്രാമിന്റെ മെയിൻ ത്രെഡ് ആണ്. ആ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ത്രെഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, സബ് പ്രോസസ്സിനെല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് റീസൺസ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ദി ത്രെഡ് ഫ്രം വിച്ച് ദി അതർ ത്രെഡ് വിൽ ബി സ്പോൺഡ്. അതായത് ഈ മെയിൻ ത്രെഡ് ആണ് ബാക്കിയുള്ള ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓഫൺ ഇറ്റ് മസ്റ്റ് ബി ദി ലാസ്റ്റ് ത്രെഡ് ടു ഫിനിഷ് ദി എക്സിക്യൂഷൻ. കാരണം അയാളാണ് പാരന്റ്, അപ്പോൾ അയാൾ തന്നെ ആയിരിക്കണം ലാസ്റ്റ് എൻഡ് ആകുന്നതും. അതായത് മെയിൻ ത്രെഡ് ആദ്യം എൻഡ് ആവാൻ പാടില്ല, കാരണം അയാളുടെ കീഴിൽ സബ് പ്രോസസ്സ് അല്ലെങ്കിൽ സബ് ചൈൽഡ് കുറേ ഉണ്ട്. അപ്പോൾ ആ സബ് ചൈൽഡ് അല്ലെങ്കിൽ സബ് പ്രോസസ്സ് എല്ലാം എൻഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെയിൻ ത്രെഡും സ്റ്റോപ്പ് ആവാൻ പാടുള്ളൂ. സോ ഹിയർ ദ മെയിൻ ത്രെഡ് ക്യാൻ ബി കൺട്രോൾഡ് ത്രൂ ത്രെഡ് ഓബ്ജക്ട്. ഇത് ജാവയിൽ ഉള്ള ഒരു ക്ലാസ് ആണ് ത്രെഡ്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ മെത്തേഡ് ഈ ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രെഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറന്റ് ത്രെഡ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട് ജാവയിൽ. അതായത് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ത്രെഡിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കറന്റ് ത്രെഡ്. സോ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻസൈഡ് ദീസ് ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറന്റ് ത്രെഡ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ ദ ക്ലാസ് നെയിം. സോ ദിസ് ഈസ് എ സ്റ്റാറ്റിക് മെത്തേഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. അതാണ് സ്റ്റാറ്റിക്കിന്റെ പ്രത്യേകത. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്പെസിഫൈ ദ ക്ലാസ് നെയിം ദെൻ ഡോട്ട് ദെൻ മെത്തേഡ് നെയിം. ഇവിടെ ചെറിയൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ പ്രോഗ്രാം. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. നമ്മളൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാണ്. ത്രെഡ് ടി ഈക്വൽ ടു ത്രെഡ് ഡോട്ട് കറന്റ് ത്രെഡ് ഓഫ്. അപ്പോൾ ഇവിടെ കറന്റ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ത്രെഡ് ആണല്ലോ, ഈ ജാവ പ്രോഗ്രാമിന്റെ ജാവ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ത്രെഡ് ആണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഓഫ് കറന്റ് ത്രെഡ് പ്ലസ് ടി. അപ്പോൾ ടിക്കകത്ത് എന്തെല്ലാം വാല്യൂ ഉണ്ടോ ആ കറന്റ് ത്രെഡിന്റെ ഡീറ്റെയിൽസ് ആണ് കിട്ടുക, അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ കറന്റ് ത്രെഡ് അതുപോലെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ത്രെഡ് ഓഫ് മെയിൻ 5 മെയിൻ. അതായത് മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രെഡിന്റെ പേരാണ് മെയിൻ ത്രെഡ്. ദിസ് ഇസ് ദി മെയിൻ ത്രെഡ്. ദെൻ അതിന്റെ പ്രയോറിറ്റി ആണ് രണ്ടാമത്തെ വാല്യൂ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇത് 5 ആണിത് അസൈൻ ചെയ്യുക. അത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം, 10 വരെ പോകാം. ദെൻ മൂന്നാമത്തെ വാല്യൂ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഗ്രൂപ്പ് നെയിമാണ്. അതായത് കുറേ ത്രെഡുകളെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനൊരു പേര് വിളിക്കാൻ പറ്റും. സോ ഹിയർ ദ ഗ്രൂപ്പ് നെയിം ഈസ് ഓൾസോ മെയിൻ. ദെൻ ടി ഡോട്ട് സെറ്റ് നെയിം ഓഫ് മൈ ത്രെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റ് നെയിം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഗെറ്റ് നെയിം ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു മെയിൻ ത്രെഡിനെ നമ്മൾ മൈ ത്രെഡ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്, മൈ ത്രെഡ്. സോ ടി ഡോട്ട് സെറ്റ് നെയിം ഓഫ് മൈ ത്രെഡ്. സോ ആഫ്റ്റർ നെയിം ചേഞ്ച് അതിൻ്റെ ഈ ഒരു മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ടി ഡിസ്പ്ലേ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക മൈ ത്രെഡ് 5 ദെൻ ഗ്രൂപ്പ് നെയിം മെയിൻ. നമ്മളൊരു ത്രെഡിനെ ഇവിടെ 5 മുതൽ 1 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം 5 n ഗ്രേറ്റർ ദാൻ 0 n മൈനസ് മൈനസ് എന്നിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അതായത് ത്രെഡ് എന്നുള്ള ക്ലാസ്സിനകത്ത് സ്ലീപ്പ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ ആർഗ്യുമെന്റ് 1000 ആണ് കൊടുത്തിട്ടുള്ളത്, സാധാരണ മില്ലി സെക്കൻഡിലാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ്. അപ്പോൾ ഇവിടെ 5 4 3 2 1 ഇത് ഓരോ ഡിലേ ഉണ്ടായിരിക്കും, ഓരോ പ്രിന്റിങ്ങിലും ഓരോ ഡിലേ ഉണ്ടായിരിക്കും. 1 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ടായിരിക്കും ഈ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ലീപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ
ദാറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്തിൻ ദി ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്. കാരണം സ്ലീപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്രെഡിനെ സ്ലീപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ വേറൊരു ത്രെഡ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്, ഇന്ററപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ യൂസ് ചെയ്യാൻ കാരണം. ഇനി സ്ലീപ്പിന് തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് മെത്തേഡ് കാണിക്കുന്നത്, ഫസ്റ്റ് സിൻടാക്സ് കാണിക്കുന്നത് സ്ലീപ്പ് ഓഫ് മില്ലി സെക്കൻഡ്. സോ ഇറ്റ് ജനറലി ത്രോസ് ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ. അപ്പോൾ സ്ലീപ്പ് എന്നുള്ളത് മില്ലി സെക്കൻഡിലാണ് നിങ്ങൾ ആർഗ്യുമെന്റ് പറയാം. ഇപ്പോൾ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ്, 2000 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ്, ഹാഫ് സെക്കൻഡ് ആണെങ്കിൽ 500 എന്ന് കൊടുത്താൽ മതി. ഇനി ഇതിന് രണ്ടാമതൊരു ആർഗ്യുമെന്റ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നാനോ സെക്കൻഡ്, നിങ്ങൾക്ക് സെക്കൻഡ്സിനെ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിലേ നിങ്ങൾക്ക് ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ആർഗ്യുമെന്റ് നാനോ സെക്കൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇത് നിർബന്ധമുള്ള കേസല്ല. ഇനി ജാവയിൽ എങ്ങനെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ജാവയിൽ ത്രെഡിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ബൈ ഇംപ്ലിമെന്റിംഗ് ദി റണ്ണബിൾ ഇന്റർഫേസ്. അതായത് ജാവയിൽ റണ്ണബിൾ എന്നുള്ളൊരു ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസിനെ നിങ്ങൾ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, എനിക്ക് തോന്നുന്നു സെക്കൻഡ് മെത്തേഡാണ് കുറച്ചുകൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഇതിനകത്ത് തിയററ്റിക്കലി പറയുന്നത് ഫസ്റ്റ് മെത്തേഡാണ് സിംപ്ലസ്റ്റ് മെത്തേഡ് എന്നാണ്. സോ എക്സ്റ്റെൻഡ് ദി ത്രെഡ് ക്ലാസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ത്രെഡ് എന്നുള്ളൊരു ക്ലാസ് ജാവയിലുണ്ട്. അതിന്റെ എന്ത് ചെയ്താൽ മതി, എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. നിങ്ങളൊരു ക്ലാസ് ഫോം ചെയ്യുക, ദാറ്റ് എക്സ്റ്റെൻഡ്സ് ദിസ് ത്രെഡ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നിങ്ങൾക്കൊരു ജാവയിൽ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ഫസ്റ്റ് മെത്തേഡ് ബൈ ഇംപ്ലിമെന്റിംഗ് ദി റണ്ണബിൾ ഇന്റർഫേസ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദി ഈസിയസ്റ്റ് വേ ടു ക്രിയേറ്റ് എ ത്രെഡ്. പക്ഷേ ഇതിൽ രണ്ടാമത്തെ മെത്തേഡാണ് കുറച്ചും കൂടി ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് ടു ഇംപ്ലിമെന്റ് ദ റണ്ണബിൾ എ ക്ലാസ് നീഡ് ഓൺലി ഇംപ്ലിമെന്റ് എ സിംഗിൾ മെത്തേഡ് കോൾഡ് റൺ. ഇതിനകത്ത് റൺ എന്നുള്ളൊരു മെത്തേഡ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ആ റണ്ണബിൾ ഇന്റർഫേസിൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൺ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇന്റർഫേസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ റണ്ണബിൾ ഇന്റർഫേസിനകത്ത് റൺ എന്നുള്ളൊരു മെത്തേഡ് ജാവയിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ആ മെത്തേഡിനെ നിങ്ങളെ ക്ലാസ്സിനകത്തോട്ട് നിങ്ങളെ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്താൽ മതി, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അത് നിങ്ങളെ ലോജിക് അനുസരിച്ച് ത്രെഡിനെ കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കേണ്ടത് ആ കാര്യം റൺ എന്നുള്ള മെത്തേഡിനകത്ത് എഴുതിയാൽ മതി. പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. സോ ക്ലാസ് ത്രെഡ് റണ്ണബിൾ ഡെമോ, ഇത് നമ്മളെ ക്ലാസിന്റെ പേരാണ്, യൂസർ ഡിഫൈൻഡ് നെയിം ആണ്, വിച്ച് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ. അപ്പോൾ റണ്ണബിൾ എന്നുള്ളൊരു ഇന്റർഫേസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. അതിനകത്തുള്ള റൺ എന്നുള്ള ഒരു മെത്തേഡ്, റൺ എന്നുള്ള ഒരു ഫംഗ്ഷനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ത്രെഡ് ഈസ് റണ്ണിംഗ് മെസ്സേജ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ മെയിൻ ഫംഗ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഒരു ഒബ്ജക്റ്റിനെ ത്രെഡ് ക്ലാസ്സിനകത്തോട്ട് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. സോ ത്രെഡ് T1. ഇപ്പോൾ ഇതാണ് ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. ത്രെഡ് T1 എന്നുള്ള ഒരു ത്രെഡ് ഒബ്ജക്റ്റ്, അതിന് ആർഗ്യുമെന്റ് ആയിട്ട് ഈ ഒരു റണ്ണബിൾ ഇന്റർഫേസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ദെൻ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക, ഈ റൺ മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു, ആ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടാമതൊരു ആർഗ്യുമെന്റ് വേണമെങ്കിൽ കൊടുക്കാം, ഒരു ത്രെഡിന് ഒരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം, നിർബന്ധമുള്ള കേസല്ല. ഇനി സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത് ബൈ എക്സ്റ്റെൻഡിങ് ദി ത്രെഡ് ക്ലാസ്. ഇതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റൺ എന്നുള്ള മെത്തേഡ് ഓൾറെഡി ത്രെഡ് എന്നുള്ള ക്ലാസ്സിനകത്ത് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓവർ റൈഡ് ചെയ്യണം. മെത്തേഡ് ഓവർ റൈഡിങ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. അതായത് ഒരു ബേസ് ക്ലാസ് ഉണ്ട്, ആ ബേസ് ക്ലാസ്സിന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുക. ആ സബ് ക്ലാസ്സിനകത്തും ബേസ് ക്ലാസ്സിനകത്തുള്ള അതേ മെത്തേഡ് സബ് ക്ലാസ്സിനകത്തും ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ചെയ്യുക. ഇതാണ് അതിന്റെ കോഡ്. ക്ലാസ് എക്സ്റ്റെൻസ് ഡെമോ, ത്രെഡ് എക്സ്റ്റെൻസ് ഡെമോ, എക്സ്റ്റെൻസ് ത്രെഡ്. അപ്പോൾ ഇവിടെ ബേസ് ക്ലാസ് ത്രെഡ് ആണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാസ് ഇതാണ് സബ് ക്ലാസ്. അതിനകത്ത് റൺ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ദെൻ T ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ റൺ ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഓൾ ദ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20 യൂസിങ് എ ത്രെഡ്. ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് എല്ലാ ഈവൻ നമ്പേഴ്സും 1 ന്റെ 20 ഇടയിലുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യണം. സെക്കൻഡ് കേസിൽ പറയുന്നത് രണ്ട് ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം, മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് ആണ്. രണ്ട് ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ത്രെഡിനെ കൊണ്ട് എന്ത് ചെയ്യുക, 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കുക എവരി 1 സെക്കൻഡ്. രണ്ടാമത്തെ ത്രെഡ് 10 മുതൽ 15 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കുക എവരി ഹാഫ് സെക്കൻഡ്. അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാം ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു പ്രിന്റ് ഓൾ ദ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20 യൂസിങ് എ ത്രെഡ്. ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് 1 and 20 ഇടയിലുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യേണ്ട പ്രോഗ്രാം ഒന്ന് നോക്കാം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം എഡിറ്റ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം, ക്ലാസ് ഈവൻ ത്രെഡ് എന്ന് കൊടുക്കാം. ഈവൻ ത്രെഡ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം, അതായത് എക്സ്റ്റെൻസ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഈവൻ ത്രെഡ് എക്സ്റ്റെൻസ് ത്രെഡ്, അതായത് ത്രെഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിനെ
എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനുള്ളിൽ നമുക്ക് വേണ്ടത് ഒരു റൺ മെത്തേഡ് വേണം. അതായത് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കാര്യം ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് റൺ മെത്തേഡാണ്. അപ്പോൾ ഈ റൺ എന്നുള്ള മെത്തേഡ് ഓൾറെഡി ഈ ഒരു ത്രെഡ് ക്ലാസ്സിനകത്ത് ഡിഫൈൻഡ് ആണ്. സോ പബ്ലിക് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ് റൺ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മെത്തേഡിനെ റൺ എന്നുള്ള മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യാണ് ചെയ്യുക. അതായത് ഈ റൺ എന്നുള്ള മെത്തേഡ് ഓൾറെഡി ഈ ത്രെഡ് ക്ലാസ്സിനകത്ത് ഡിഫൈൻഡ് ആണ്. ആ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓവർ റൈഡ് ചെയ്യാം. അപ്പോൾ ഈ റൺ മെത്തേഡിനുള്ളിലാണ് നിങ്ങൾ ത്രെഡ് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കൂടെ നമുക്ക് പിന്നെ ചെയ്യാം. നമ്മുടെ മെയിൻ മെത്തേഡ് ഏതാ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇതിനുള്ളിൽ നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ ഈവൻറ്റ് ത്രെഡിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു ത്രെഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈവൻറ്റ് ത്രെഡ് ടി എന്ന് പേര് കൊടുക്കാം, ഈക്വൽ ടു ന്യൂ ഈവൻറ്റ് ത്രെഡ് ഓഫ്. അപ്പോൾ ഒരു ത്രെഡ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ത്രെഡ് ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. സോ ടി ഡോട്ട് സ്റ്റാർട്ട് ഓഫ്. അപ്പോൾ ഈ സ്റ്റാർട്ട് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ടി ഡോട്ട് സ്റ്റാർട്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ റൺ മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇനി റൺ മെത്തേഡിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ട എന്താണ്, എല്ലാ ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യിപ്പിക്കണം. അതായത് 1-ന്റെ 20-ന്റെ ഇടയിലുള്ള എല്ലാ ഈവൻ നമ്പേഴ്സിനും പ്രിന്റ് ചെയ്യിപ്പിക്കണം. വിത്തിൻ ഓരോ സെക്കൻഡ് കൂടുമ്പോഴാണ് അത് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഫോർ ഒരു ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 മുതൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 വരെ പോകണം. ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇഫ് ഐ മോഡ് 2 ഈക്വൽസ് 0 ആണെങ്കിൽ നമുക്കറിയാം അതൊരു ഈവൻ നമ്പർ ആണെന്നുള്ളത് അല്ലേ. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഓഫ് ഐ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, ഈവൻ നമ്പറാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ക്വസ്റ്റിനകത്ത് പറഞ്ഞത് ഓരോ 1 സെക്കൻഡിനുള്ളിലാണ് അത് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. ഓരോ 1 സെക്കൻഡിനുള്ളിലാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിലേ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് കൊടുക്കാം. സോ സ്ലീപ്പ് 1 സെക്കൻഡിന് 1000 ആണ് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്കിവിടെ 1000 അല്ല കൊടുക്കേണ്ടി വരിക. അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയാം, മനസ്സിലാവും. തൽക്കാലം നമുക്ക് 1000 വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്ലീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സ്ലീപ്പ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ വേണം കൊടുക്കാൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊരു ട്രൈ ക്യാച്ച് ഉള്ളിൽ കൊടുക്കാം. കാരണം സ്ലീപ്പ് റൺ ചെയ്യുമ്പോൾ ഒരു ഇൻട്രപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ത്രെഡ് വല്ലതും കയറി വരികയാണെങ്കിൽ ഒരു ഇൻട്രപ്റ്റഡ് എക്സെപ്ഷൻ ജനറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ട്രൈ, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഈ ട്രൈ ക്യാച്ചിനുള്ളിൽ കൊടുക്കാം. then അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാച്ച് ഓഫ് ഇൻ്ററപ്റ്റഡ് എക്സെപ്ഷൻ. ഇൻ്ററപ്റ്റഡ് എക്സെപ്ഷൻ ഒരു ഒബ്ജക്റ്റിന് പറഞ്ഞു കൊടുക്കാം. ദെൻ എന്തെങ്കിലും മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ലീപ്പ് ചെയ്യുകയാണെങ്കിൽ, വേറെ വല്ല ത്രെഡ് കയറി വരികയാണെങ്കിൽ അതൊരു ഇൻട്രപ്റ്റഡ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീപ്പ് ഓഫ് 1000 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് എക്സിക്യൂഷൻ ടൈമിൽ മനസ്സിലാവും. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഈവൻ ത്രെഡ് എന്നുള്ള പേരിൽ സേവ് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. CD ഡെസ്ക്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യാം. ജാവ സി ഈവൻ ത്രെഡ് ഡോട്ട് ജാവ. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. അപ്പോൾ നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഓരോ 1 സെക്കൻഡിനുള്ളിലും എല്ലാ ഈവൻ നമ്പേഴ്സ്, അതായത് 1-ന്റെ 20-ന്റെ ഇടയിലുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ജാവ ഈവൻ ത്രെഡ്. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 പ്രിന്റ് ചെയ്തു, 4 പ്രിന്റ് ചെയ്തു, 6 പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു നമ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോഗ്രാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1000 ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 1-ന്റെ കേസ് വന്നു കഴിഞ്ഞാൽ 1 വരുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ദെൻ അടുത്ത കേസിൽ 2 വരുമ്പോഴും എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യും, എന്നിട്ട് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ദെൻ അടുത്തത് 3 വരുമ്പോഴും എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യില്ല, അപ്പോഴും 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓരോ നമ്പറിൻ്റെ ഇടയിലും 2 സെക്കൻഡാണ് ഇവിടെ വെയിറ്റിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 1 സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഹാഫ് സെക്കൻഡ് കൊടുത്താൽ മതി. ഇനി ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ജാവ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്യാം. ദെൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഇവിടെ നോക്കി ഓരോ സെക്കൻഡിലാണ് ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നത്. സോ 1ന്റെയും 20ന്റെയും ഇടയിലുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് പ്രിന്റ് ആവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അതായത് 2 ത്രെഡ് യൂസ് ചെയ്യണം. ഒരു ത്രെഡ് 1ന്റെയും 10ന്റെയും ഇടയിലുള്ള 1ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും പ്രിന്റ് ചെയ്യണം. സെക്കൻഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് 10ന്റെയും 15ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഓരോ സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് ത്രെഡ് ഹാഫ് സെക്കൻഡിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. സോ ക്ലാസ് നെയിം കൊടുക്കുക. നമുക്കൊരു ഫസ്റ്റ് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ത്രെഡിനുള്ള ഒരു ക്ലാസ്. സോ ക്ലാസ് ഫസ്റ്റ് ത്രെഡ് എക്സ്റ്റെൻസ് ത്രെഡ്. കാരണം 2 ത്രെഡും ഡിഫറെൻറ്റ് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒരു ത്രെഡ് ചെയ്യേണ്ടത് 1ന്റെയും 5ന്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ്. സെക്കൻഡ് ത്രെഡ് റൺ ചെയ്യേണ്ടത് 10ന്റെയും 15ന്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 2 ത്രെഡും ഡിഫറെൻറ്റ് റൺ മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ത്രെഡ് റൺ മെത്തേഡ് അല്ല. പബ്ലിക് വോയിഡ് റൺ. ഓക്കെ, അപ്പോൾ ഈ റൺ മെത്തേഡിനുള്ളിൽ ആ കറസ്പോണ്ടിങ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള കോഡ് ഇതിനുള്ളിൽ എഴുതും. ഇതേപോലെ സെക്കൻഡ് ത്രെഡും എഴുതാം. ക്ലാസ് സെക്കൻഡ് ത്രെഡ് എക്സ്റ്റെൻസ് ത്രെഡ്. ഇതിനുള്ളിലും ഇതേ മെത്തേഡ് വേണം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ക്ലാസ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ക്ലാസ് എഴുതാം. മെയിൻ മെത്തേഡ് എഴുതാനുള്ള ഒരു ക്ലാസ്. ക്ലാസ് മൾട്ടി ത്രെഡ് കൊടുക്കാം. മൾട്ടി ത്രെഡ്. ഇതിനുള്ളിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. ഇതിനുള്ളിൽ നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ത്രെഡ് T1 ഈക്വൽ ടു ന്യൂ ഫസ്റ്റ് ത്രെഡ് ഓഫ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ത്രെഡും ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് ത്രെഡ് T2 ഈക്വൽ ടു സെക്കൻഡ് ത്രെഡ് ഓഫ്. ഇപ്പോൾ 2 ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം. T1 ഡോട്ട് സ്റ്റാർട്ട് ഓഫ്. ഇപ്പോൾ എന്താ ഉണ്ടാവുക? ഈ റൺ മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. ഇതേപോലെ തന്നെ സെക്കൻഡ് ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം. T2 ഡോട്ട് സ്റ്റാർട്ട് ഓഫ്. ഇപ്പോൾ സെക്കൻഡ് ത്രെഡും എക്സിക്യൂട്ട് ആവും. ഇനി ഫസ്റ്റ് ത്രെഡ് എന്താ ചെയ്യുക? ഫസ്റ്റ് ത്രെഡ് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, I പ്ലസ് പ്ലസ്. നമുക്കൊരു ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, കാരണം ഓരോ സെക്കൻഡിലാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. സോ ട്രൈ. അതിനുള്ള കറസ്പോണ്ടിങ് ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാച്ച് ഓഫ് interrupted exception E ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കറസ്പോണ്ടിങ് മെസ്സേജ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ നിർബന്ധമുള്ള കേസല്ല. സോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് I ആണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. ദെൻ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യിപ്പിക്കാം. ഒരു നമ്പർ പ്രിന്റ് ചെയ്തതിന് ശേഷം സ്ലീപ്പ് ഓഫ് 1000. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ത്രെഡ് 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യും. നമുക്ക് ഈ കോഡ് ഒന്ന് കോപ്പി ചെയ്യാം. ഇവിടെ സെക്കൻഡ് ത്രെഡ് ചെയ്യേണ്ടത് 10 മുതൽ 15 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓരോ പ്രിന്റിങ്ങിൻ്റെ ഇടയിലും ഹാഫ് സെക്കൻഡാണ് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ 2 ത്രെഡും ഫസ്റ്റ് ത്രെഡും സെക്കൻഡ് ത്രെഡും പാരലലി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഈ റൺ മെത്തേഡ് പാരലലി എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. മൾട്ടി ത്രെഡ് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം പ്രോഗ്രാം. ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് നോക്കാം. ജാവാസി മൾട്ടി ത്രെഡ് ഡോട്ട് ജാവ. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ജാവ
മൾട്ടി ത്രെഡ്. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് നോക്കിയേ, ഇവിടെ 2 ത്രെഡും ഒരുമിച്ചാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ത്രെഡ് എന്താ ചെയ്യുന്നത്, 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്തു. സോ ഫസ്റ്റ് ത്രെഡ് 1 പ്രിന്റ് ചെയ്തു. അപ്പോൾ ആ ഉടനെ തന്നെ എന്ത് ചെയ്തു, സെക്കൻഡ് ത്രെഡും എക്സിക്യൂട്ട് ആയി. സെക്കൻഡ് ത്രെഡ് ഹാഫ് സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാഫ് സെക്കൻഡ് കൂടുമ്പോഴാണ് ഓരോ നമ്പർ പ്രിന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ത്രെഡ് 10 മുതൽ 15 വരെയാണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ത്രെഡ് 1 പ്രിന്റ് ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ സെക്കൻഡ് ത്രെഡ് 10ഉം 11ഉം പ്രിന്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് ത്രെഡ് 2 പ്രിന്റ് ചെയ്തു. സെക്കൻഡ് ത്രെഡ് 12ഉം 13ഉം പ്രിന്റ് ചെയ്തു. ഫസ്റ്റ് ത്രെഡ് 3 പ്രിന്റ് ചെയ്തു. സെക്കൻഡ് ത്രെഡ് 14ഉം 15ഉം പ്രിന്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് ത്രെഡ് 4 പ്രിന്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ത്രെഡിനൊന്നും പ്രിന്റ് ചെയ്യാനില്ല, 15 വരെ പ്രിന്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഫസ്റ്റ് ത്രെഡ് തന്നെ 5ഉം പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ പാരലലി 2 ത്രെഡും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ത്രെഡ് ക്ലാസ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ 2 ത്രെഡും രണ്ടും സെപ്പറേറ്റ് റണ്ണാണ് എക്സിക്യൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരേ ക്ലാസ്സിൻ്റെ 2 ത്രെഡിനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് ത്രെഡ് T1, ഫസ്റ്റ് ത്രെഡ് T2, അതായത് ഒരേ ക്ലാസ്സിൻ്റെ തന്നെ 2 ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ കോഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കുക. ഇത് നമുക്കിവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ത്രെഡ് എന്നുള്ള ഈ ഒരു ക്ലാസ്സിൻ്റെ 2 ത്രെഡിനെയാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ആ 2 ത്രെഡിന് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ 2 ത്രെഡും ഈ ഒരൊറ്റ സിംഗിൾ റൺ മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് 2 ത്രെഡും 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നുള്ളത് നോക്കാം. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ജാവ സി multithread.java, then java multithread. അപ്പോൾ 2 ത്രെഡും എന്താ ചെയ്യുന്നത്, 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കും. സോ 1 1 2 2 3 3 4 4 5 5 ഓരോ സെക്കൻഡ് കൂടുമ്പോഴും 2 ത്രെഡും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് മൾട്ടി ത്രെഡിങ്ങിൻ്റെ കൺസെപ്റ്റ്. വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.